ഹലോ. അപ്പോൾ ഇന്ന് സൗണ്ട് വേവ്സിന്റെ തേർഡ് പോർഷൻ ആണ്. രണ്ടാമത്തെ പോർഷനിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? സിമ്പിൾ പെൻഡുലം എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ ഫ്രീക്വൻസി പീരീഡ് അതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, നാച്ചുറൽ ഫ്രീക്വൻസി, റെസണൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. Tuning fork of frequency 512 Hz is excited and its stem is pressed on the table. Does the table vibrate in this situation? What is this phenomenon known as? ഒരു 512 ഹേർട്സിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ട്യൂണിംഗ് ഫോക്കിനെ നമ്മൾ എന്ത് ചെയ്യാണ്? എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ സ്റ്റെം പോർഷൻ നമ്മൾ ടേബിളിൽ കൊണ്ടുവന്നിട്ട് വെക്കുകയാണ്. അപ്പൊ ടേബിളിൽ എന്തെങ്കിലും സംഭവിക്കോ? ടേബിൾ വൈബ്രേറ്റ് ചെയ്യുമോ ആ സിറ്റുവേഷനിൽ? അതുപോലെ ഈ ഫിനോമിനൻ എന്താണ് പറയാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടേബിളിന് ഒരു വൈബ്രേഷൻ ഉണ്ടാവും അല്ലെ? ഓൾറെഡി വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിനെ ടേബിളിന്റെ മേലെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ടേബിളിന് ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ നമ്മൾ എന്താ പറയാ? അതിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പൊ ഈ ഫിനോമിനെ പറയുന്നതാണ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ദാറ്റ് ഈസ് വേവ് മോഷൻ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ട്യൂബ് ഉണ്ട്, അതിൽ കുറച്ച് പേപ്പർ ബോൾസ് ഉണ്ട്, പല കളേഴ്സിലുള്ള പേപ്പർ ബോൾസ് ഉണ്ട്. അപ്പൊ ഇതൊരു സ്പീക്കറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അതിൽ ഈ പൈപ്പിൽ കൂടെ ഒരു എൻഡ് ക്ലോസ്ഡ് ആണ്, ഇപ്പുറത്തെ ഈ എൻഡ് ക്ലോസ്ഡ് ആണ്, ഈ എൻഡാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ആ ഓപ്പൺ എൻഡിലേക്ക് നമ്മൾ ഒരു ലൗഡ് ആയിട്ടുള്ള സൗണ്ടിനെ കടത്തിവിടാണ്. ഒരു യൂണിഫോം ഫ്രീക്വൻസി ഉള്ള ലൗഡ് ആയിട്ടുള്ള ഒരു സൗണ്ടിനെ ഇതിൽ കൂടെ കടത്തിവിടുമ്പം ഇതിലുള്ള ഈ പേപ്പർ ബോൾസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അവരവരുടെ സ്ഥാനത്ത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലാതിരിക്കുമ്പം അവരായിരിക്കുന്ന ആ ഒരു സ്റ്റേബിൾ പൊസിഷൻ. അപ്പൊ ഇവിടെ നമ്മളൊരു സൗണ്ട് വേവിനെ കടത്തിവിടാണല്ലോ. അപ്പൊ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്ത് കഴിയുമ്പം ആ വൈബ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവരെ എല്ലാരെയും കൂടെ ഒരു സ്ഥലത്തേക്ക് കുമിഞ്ഞുകൂടി കിടക്കുന്ന പോലെ അല്ല കാണാൻ പറ്റുന്നത്. ഒരു പാറ്റേണിൽ അവർ കാണപ്പെട്ടു. ഒരു സ്ഥലത്ത് കൂടുതലായിട്ട് നമ്പേഴ്സ് ഓഫ് പേപ്പർ ബോൾസും, വേറൊരു സ്ഥലത്ത് കുറവും, അടുത്ത സ്ഥലത്ത് കൂടുതൽ, പിന്നത്തെ സ്ഥലത്ത് കുറവ്, പിന്നെ കൂടുതൽ കുറവ് എന്നുള്ള രീതിയിൽ ഒരു പാറ്റേണിൽ അവരെ നമുക്ക് അവിടെ കാണാൻ പറ്റി. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ആ സൗണ്ട് വേവ് കടന്നു പോയപ്പോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവാം? ഓക്കെ, അത് കാണാം നമുക്ക്. അപ്പൊ ഈ വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് മോഷൻ എന്ന് പറയുന്നത് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഒരു മീഡിയത്തിന്റെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് എനർജീനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു മോഡാണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കണ്ടിന്യൂസ് ആയിട്ട് എനർജി ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഓസിലേഷൻ വഴി കടന്നു പോകുന്നതിനെയാണ് നമ്മൾ വേവ് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്ന് വായിക്കാം. വേവ് മോഷൻ ഈസ് വൺ ഓഫ് ദ മോഡ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ഓഫ് മീഡിയം ടു അതർ പാർട്ട്. വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി ട്രാൻസ്ഫർ ആണ്. ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്നും മീഡിയത്തിന്റെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്തു അല്ലേ? ഇപ്പൊ നമ്മൾ ആ തൊട്ടു മുമ്പ് കണ്ടിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സൗണ്ട് എന്ന് പറയുന്നത് ഒരു എൻഡിലാണ് നമ്മൾ കൊടുത്തത്. ആ എൻഡിൽ നിന്നും ആ മീഡിയത്തിൽ കൂടെ ആ സൗണ്ട് വേവ്സ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? മറ്റേ എൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? കണ്ടിന്യൂസ് പ്രൊപ്പഗേഷൻ ഓഫ് എനർജി ഫ്രം വൺ പാർട്ട് ടു ദ അതർ പാർട്ട് ത്രൂ ഓസിലേഷൻസ് ഈസ് കോൾഡ് ആസ് വേവ് മോഷൻ. അവിടെ ഒരു ഓസിലേഷൻ, ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പൊ അങ്ങനെ ഒരു പാറ്റേൺ വഴി അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ വഴി ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുന്നത്? വേവ് മോഷൻ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് വേവ്സിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റേഡിയോ വേവ്സ് ഉണ്ട്, സീസ്മിക് വേവ്സ് ഉണ്ട്, ലൈറ്റ് വേവ്സ് ഉണ്ട്, സൗണ്ട് വേവ് ഉണ്ട്. നമ്മളെ വാട്ടറിൽ ഉണ്ടാവുന്ന റിപ്പിൾസ്, നമ്മളൊരു കല്ലെറിയുമ്പോൾ ഓളങ്ങൾ ഉണ്ടാവില്ലേ വെള്ളത്തിൽ, അതും എന്താണ്? ഒരു വേവ് ആണ്. ഇതൊക്കെ വേവ് മോഷന് എക്സാമ്പിൾ ആണ്. വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി കണ്ടിന്യൂസ് ആയിട്ട് ഒരു മീഡിയത്തിന്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മോഡാണ് വേവ് മോഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ട് തരത്തിൽ നമുക്ക് വേവ്സിനെ പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സും ഉണ്ട്, മെക്കാനിക്കൽ വേവ്സും ഉണ്ട്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് പ്രത്യേകിച്ച് മീഡിയം ഒന്നും വേണ്ട ട്രാൻസ്മിഷന്. അവരുടെ ആ എനർജി ട്രാൻസ്മിഷൻ അവർക്ക് എന്ത് വേണ്ട? മീഡിയം വേണ്ട. എയർ എന്ന് പറഞ്ഞൊരു മീഡിയം വേണ്ട, അല്ലെങ്കിൽ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയം വേണ്ട. വാക്വം, ഒന്നുമില്ലാത്ത സ്ഥലത്തിൽ കൂടെ, എംപ്റ്റി ആയിട്ടുള്ള വാക്വത്തിൽ കൂടെ വരെ അവർക്ക് കടന്നു പോകാൻ പറ്റും. അതിന് എക്സാമ്പിൾസ് ആണ് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, വിസിബിൾ ലൈറ്റ്, അൾട്രാ വയലറ്റ് റേസ്, എക്സ് റേസ് ആൻഡ് ഗാമ റേസ്. ഇതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. ഇവർക്ക് എന്ത് വേണ്ട? ദേ ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ.
ഇനി മെക്കാനിക്കൽ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ വേവ്സ് ആർ ദോസ് ദാറ്റ് റിക്വയർ എ മീഡിയം ഫോർ ട്രാൻസ്മിഷൻ. അവർക്ക് എന്ത് വേണം? അവർക്ക് എനർജി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഒരു മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. ഈ മെക്കാനിക്കൽ വേവ്സ് രണ്ട് തരത്തിലുണ്ടെന്ന് പറയുന്നതിനേക്കാളും എല്ലാ വേവ്സിനെയും നമുക്ക് രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. അതെന്താണ്? ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ നമുക്ക് അവർ രണ്ടായിട്ട് തിരിക്കാം. അപ്പൊ ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഇത്രയും ഓർത്ത് വെക്കാം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നതിന് മീഡിയത്തിന്റെ ആവശ്യമില്ല, മെക്കാനിക്കൽ വേവ്സിന് മീഡിയത്തിന്റെ ആവശ്യമുണ്ട്. ഇനി മെക്കാനിക്കൽ വേവ്സും രണ്ട് തരത്തിലുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കരുത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ ട്രാൻസ്വേഴ്സ് വേവ്സ് ആവാൻ പാടില്ല അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആവാൻ പാടില്ല, അങ്ങനെ വിചാരിക്കരുത്. മെക്കാനിക്കൽ വേവ്സിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും. ഓക്കെ, ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്വേഴ്സ് വേവ്സിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അത് ആ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ് എന്താന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. ഇവിടെ നോക്ക്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആർ ദോസ് ഇൻ വിച്ച് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു മീഡിയത്തിൽ കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ആ വേവ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ല അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിന്റെ വേവ് പോകുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ ആ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഡയറക്ഷൻ ഈ ആരോ മാർക്ക് വെച്ചിട്ടുള്ളതാണെന്ന് വിചാരിക്കാം. ഇവിടെ ഈ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത് അത് ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് അതിന് പാരലൽ ആയിട്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും ഈ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയായിരിക്കും അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക, ഇങ്ങനെ. ഓക്കെ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെയായിരിക്കും ആ പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. എന്നാലല്ലേ ഇതിന് പാരലൽ ആവുള്ളൂ, ഡയറക്ഷന് പാരലൽ ആവുള്ളൂ. ആ വൈബ്രേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ പോകുന്നത് ആ ഡയറക്ഷന് പാരലൽ ആയിട്ടാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നത്. വെച്ചാൽ ഇങ്ങനെയാണ് അത് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയാം. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി നോക്ക്, ഇവിടെ ഒരു ട്യൂണിംഗ് ഫോക്ക് വെച്ചിട്ട് ഒരു ഏരിയനെ വൈബ്രേറ്റ് ചെയ്യിക്കാൻ, എയർ കോളത്തിനെ വൈബ്രേറ്റ് ചെയ്യിക്കാന്ന് വിചാരിക്കാം. ഇവിടെ നോക്ക്, ഒരു റീജിയനിൽ ഇങ്ങനെ മോളിക്യൂൾസ് എല്ലാവരും കൂടെ ചേർന്നിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ സി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് സ്പേസ് ഒക്കെ ഉള്ള ഒരു സ്ഥലം, അത് ആറെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയും ഒരു കട്ട പിടിച്ചിരിക്കുന്ന സ്ഥലം, പിന്നെയും ഒരു ഫ്രീ എന്ന് പറഞ്ഞാൽ തീരെ ഇല്ല എന്നല്ല, എന്നാലും കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള സ്ഥലം. അപ്പൊ സി ആർ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അവരെ നമുക്ക് എന്ത് പറയാം? കംപ്രഷൻ. സി എന്ന് പറയുന്നത് കംപ്രഷൻ, ആർ എന്ന് പറയുന്നത് റെയർ ഫ്രാക്ഷൻസ്. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്കപ്പോൾ നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിയേ, സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ് നിന്ന് വരുന്ന ഒരു ശബ്ദം, എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടാവും അല്ലെ. അതെന്ത് ചെയ്യും? അത് കണ്ടിന്യൂസ് ആയിട്ടുള്ളതും റെഗുലർ ആയിട്ടുള്ളതുമായിട്ടുള്ള പ്രഷർ വേരിയേഷൻസ് ഉണ്ടാക്കും. നേരത്തെ നമ്മൾ ആ പൈപ്പിൽ കൂടെ പേപ്പർ ബോൾസ് ഉള്ള പൈപ്പിൽ കൂടെ നമ്മൾ സൗണ്ടിനെ കടത്തി വിട്ടു, യൂണിഫോം ഫ്രീക്വൻസി ഉള്ള സൗണ്ടിനെ കടത്തി വിട്ടു. അവിടെ കടത്തി വിടുമ്പോൾ എന്താ ഉണ്ടായിട്ടുണ്ടാവുക? കണ്ടിന്യൂസ് ആയിട്ടുള്ളതും തുടർച്ചയായിട്ടുള്ളതും അതുപോലെ റെഗുലർ ആയിട്ടുള്ളതുമായിട്ടുള്ള പ്രഷർ വേരിയേഷൻസ് ഉണ്ടാവും. പ്രഷറിലുള്ള വ്യത്യാസം ഉണ്ടാവും. കാരണം എയറിൽ കൂടെ അല്ലേ നമ്മൾ കടത്തിവിട്ടത്. അവിടെ പേപ്പർ ബോൾസ് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ എയർ എന്ന് പറഞ്ഞൊരു മീഡിയം ഉണ്ട്. അപ്പൊ പ്രഷർ വേരിയേഷൻസ്, ഇപ്പൊ സൗണ്ട് എന്ന് പറയുന്നത് ഏത് സോഴ്സിൽ കൂടെ കടന്നു പോയാലും, നമ്മുടെ നേരത്തെ ഇപ്പൊ കണ്ട എയർ കോളത്തിൽ കൂടെ കടന്നു പോയാലും അവിടെ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ടുള്ളതും റെഗുലർ ആയിട്ടുള്ളതുമായിട്ടുള്ള പ്രഷർ വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് എന്ത് ചെയ്യും? ഈ പ്രഷർ വേരിയേഷൻ ഉണ്ടാവുമ്പോൾ പ്രഷർ കൂടിയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവും, പ്രഷർ കുറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാവും. ഈ പ്രഷർ കൂടിയിട്ടുള്ള സ്ഥലത്ത് എയർ മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തീരെ കുറവായിരിക്കും. ഓക്കെ, ഇനി പ്രഷർ കുറഞ്ഞിട്ടുള്ള സ്ഥലമാണെങ്കിലോ അവിടെ എയർ മോളിക്യൂൾസ് തമ്മിൽ ആവശ്യത്തിന് ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പ്രഷർ കൂടി എയർ മോളിക്യൂൾസ് തമ്മിൽ ഡിസ്റ്റൻസ് കുറവായിട്ടുള്ള ആ ഏരിയനെ നമ്മൾ പറയുന്നതാണ് compressions. Such regions are called as compressions. The region denoted by C in the figure. മുന്നത്തെ ഫിഗറിൽ സി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതാണ് കംപ്രഷൻ. അതെന്താണ്? പ്രഷർ കൂടിയിട്ടുള്ള എയർ മോളിക്യൂൾസ് തമ്മിൽ അകലം കുറഞ്ഞിട്ടുള്ള ഏരിയനെയാണ് കംപ്രഷൻസ് എന്ന് പറയുന്നത്. കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനത്തിന് ഇങ്ങനെ അമുക്കാന്നല്ല അർത്ഥം. അപ്പൊ എന്താ? അവര് തമ്മിലുള്ള അകലം അങ്ങോട്ട് കുറയാന്നല്ലേ അർത്ഥം. സെയിം. അപ്പൊ ഇവിടെ എന്താണ്? പ്രഷർ കൂടി ആൾക്കാർ തമ്മിൽ, നമ്മൾ ഒരാൾ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മളൊരു പ്രഷർ കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ രണ്ടാൾക്കാർ തമ്മിലുള്ള അകലം അങ്ങോട്ട് കുറയാണ്. സെയിം തന്നെ.
അപ്പോൾ ഇവിടെ പ്രഷർ കൂടി എയർ മോളിക്യൂൾസ് തമ്മിലുള്ള അകലം കുറഞ്ഞു, അതിനെ നമ്മൾ കംപ്രഷൻസ് എന്ന് പറഞ്ഞു. ഇനി ലോ പ്രഷർ റീജിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെയാണ് നമ്മൾ റെയർ ഫാക്ഷൻസ് എന്ന് പറയുന്നത്. റെയർ ഫാക്ഷൻസ് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ അകലത്തിലായിരിക്കും ഉണ്ടാവുക, അത്ര സ്നേഹത്തിലൊന്നും ആയിരിക്കില്ല. അപ്പൊ സൗണ്ട് ട്രാവൽസ് ത്രൂ എ മീഡിയം ഫോമിംഗ് ഓൾട്ടർനേറ്റിംഗ് കംപ്രഷൻ ആൻഡ് റെയർ ഫാക്ഷൻസ്. അപ്പൊ സൗണ്ട് ഒരു മീഡിയത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്താ ഉണ്ടാവുക? ഓൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള മാറി മാറി വരുന്ന കംപ്രഷൻ റെയർ ഫാക്ഷൻ, കംപ്രഷൻ റെയർ ഫാക്ഷൻസ്, ഇങ്ങനെയാണ് വരിക. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക്, ഈ ഫസ്റ്റ് ഫിഗറിൽ നോക്കിയേ, ഇതാണ് റീജിയൻ ഓഫ് കംപ്രഷൻ, ഇതാണ് റീജിയൻ ഓഫ് റെയർ ഫാക്ഷൻസ്, കംപ്രഷൻ റെയർ ഫാക്ഷൻ. ഇത് ഹൈ പ്രഷർ ഏരിയ ആണ്, മോളിക്യൂൾസ് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് കുറവാണ്. ഇവിടെ നോക്ക്, മോളിക്യൂൾസ് അകന്നാണ് ഇരിക്കുന്നത്, ഇത് ലോ പ്രഷർ റീജിയൻ ആണ്. മനസ്സിലായില്ലേ? ഇനി ഈ പടത്തിൽ നോക്കിയാലും സെയിം തന്നെ, ഇവിടെ ആൾക്കാർ തമ്മിലുള്ള അകലം കുറവാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ച പോലെ കാണുന്നത്. അതാണ് ഹൈ പ്രഷർ റീജിയൻ, കംപ്രഷൻ റീജിയൻ. റെയർ ഫാക്ഷൻ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോ പ്രഷർ ആയിട്ടുള്ള റീജിയൻ. ക്ലിയർ ആയില്ലേ ഇപ്പം? ഓക്കെ. ഇനി അപ്പോ ഈ ഇതിന്ന് എന്ത് മനസ്സിലാക്കുക? സൗണ്ട് വേവ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ ആണ് സൗണ്ട് വേവ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇനി നമ്മൾ അടുത്തത് ട്രാൻസ്വേഴ്സ് വേവ് പറഞ്ഞല്ലേ, ട്രാൻസ്വേഴ്സ് വേവ്സ്. ഈ ട്രാൻസ്വേഴ്സ് വേവിന്റെ സംഭവം മനസ്സിലാക്കാനായിട്ട് ഇനി അവരെങ്ങനെയാന്ന് നമുക്ക് അറിയണ്ടേ, അത് മനസ്സിലാക്കാനായിട്ട് ഇവിടെ നോക്കൂ, ഒരു ആണിമല് ഒരു സ്പ്രിങ് ഉണ്ട്, ആ സ്പ്രിങ്ങിന്റെ മുകളിലത്തെ അറ്റത്തായിട്ട് ഒരു സ്ട്രിങ്, ഒരു നൂല് ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതിനൊരു പുള്ളി അതുമായിട്ട് ഒരു വെയിറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രിങ്ങില് സ്പ്രിങ്ങിനെ ഇങ്ങനെ ഞെക്കി റിലീസ് ചെയ്തു, അങ്ങനെ ചെയ്തു, പ്രസ് ചെയ്തു റിലീസ് ചെയ്തു, പ്രസ് ചെയ്തു റിലീസ് ചെയ്തു, അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വേവ് ഫോർമേഷൻ. യു ക്യാൻ സീ ദാറ്റ് റൈറ്റ്? ഒരു വേവ് ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പൊന്തി നിൽക്കുന്ന റീജിയനും ഉണ്ടായിട്ടുണ്ട്, താഴ്ന്നു നിൽക്കുന്ന റീജിയനും ഉണ്ടായിട്ടുണ്ട്. പൊന്തി നിൽക്കുന്ന റീജിയൻ ഉണ്ട്, താഴ്ന്നു നിൽക്കുന്ന റീജിയൻ, പൊന്തി താഴ്ന്ന്. ആ പൊന്തി നിൽക്കുന്ന റീജിയനെ ക്രെസ്റ്റ് എന്നും താഴ്ന്നു നിൽക്കുന്ന റീജിയനെ ട്രഫ് എന്നും പറയും. ക്രെസ്റ്റ് ആൻഡ് ട്രഫ്. അപ്പൊ പൊന്തി നിൽക്കുന്ന റീജിയൻ എന്ത് പറയും? ക്രെസ്റ്റ് എന്ന് പറയും. താഴ്ന്നു നിൽക്കുന്ന റീജിയനെ നമ്മൾ ട്രഫ് എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇത് നേരത്തെ പറഞ്ഞ പോലെയല്ല, നേരത്തെ കംപ്രഷൻ ആൻഡ് റെയർ ഫാക്ഷൻ ആയിരുന്നു. പാർട്ടിക്കിൾസ് എങ്ങനെയാ വൈബ്രേറ്റ് ചെയ്തിരുന്നത്? പാരലൽ ടു ദ പ്രൊപ്പഗേഷൻ. ഇങ്ങനെയാണ്, ഏത് ഡയറക്ഷനിലാണോ പോണേ അതിന് പാരലൽ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്തിരുന്നത്. ഇവിടെ നോക്ക്, ദ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇപ്പോൾ ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എങ്കിൽ ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയാ വൈബ്രേറ്റ് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യും, താഴേക്ക് വരും, മുകളിലേക്ക് പോകും, താഴേക്ക് പോകും. അങ്ങനെയാണ് പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഏതില്? ഒരു ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിൽ. അപ്പൊ when the particles of a medium vibrate perpendicular to the direction of propagation, the wave they are called as transverse wave. ഓക്കെ, അതിനെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്വേഴ്സ് വേവിൽ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു എലവേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഉണ്ടാവും. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും അഫക്ട് ചെയ്യാതിരിക്കുന്ന പൊസിഷൻ. അപ്പൊ അതിൽ നിന്നും ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് പൊന്തി നിൽക്കുന്ന കുറച്ച് റീജിയൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ താഴ്ന്നു നിൽക്കുന്ന കുറച്ച് റീജിയൻസ് ഉണ്ടാവും. ഈ പൊന്തി നിൽക്കുന്ന റീജിയൻസിനെ നമ്മൾ എന്ത് പറയും? ക്രെസ്റ്റ് എന്ന് പറയും. അതുപോലെ താഴ്ന്നു നിൽക്കുന്ന റീജിയനെ നമ്മൾ എന്ത് പറയും? ട്രഫ് എന്നും പറയും. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ലോവർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ട്രഫ് എന്നും, അതിന്ന് മേലെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ക്രെസ്റ്റ് എന്നും പറയും. അപ്പൊ അതാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഈ ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവിന്റെ പോലെയാണ്, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് വേവിന്റെ ഈ നേച്ചർ പറഞ്ഞ പോലെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പോവാ. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലോഞ്ചിറ്റ്യൂഡിനൽ നമ്മൾ പറഞ്ഞു എന്താണ്, മെക്കാനിക്കൽ വേവ്സിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് ട്രാൻസ്വേഴ്സ് വേവിനെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിനെയും പറയുന്നതെങ്കിലും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്സ്. ഓക്കെ, അത് പറഞ്ഞ ഒരു മെക്കാനിക്കൽ വേവ്സ് അല്ല, അവർക്ക് മീഡിയം വേണ്ട. മനസ്സിലായല്ലോ? അത് ജസ്റ്റ് വേവ്സിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് മനസ്സിലാക്കി വെക്കുന്നതാണ് നല്ലത്. ഇനി വേവ്സിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരീഡ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നോക്ക്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്. അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും എത്രയാണോ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്, നമ്മൾ ആ സ്വിങ്ങിന്റെ കേസിൽ, ഊഞ്ഞാലിന്റെ കേസിൽ പറഞ്ഞല്ലേ, അത് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് എത്രയാണോ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത് അതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇവിടെ സെയിം ഇക്വിലിബ്രിയം പൊസിഷൻ, ഇവിടെ നിങ്ങൾ നോക്കി, ഈ വരച്ചിട്ടുള്ളതാണ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇവിടെ നിന്ന് മാക്സിമം എത്ര ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടായത്? മാക്സിമം ഈ ഒരു ഡിസ്പ്ലേസ്മെന്റുകളാണ് മാക്സിമം ഉണ്ടാവുന്നത് അല്ലേ? റെസ്റ്റിലേക്കും ട്രഫിലേക്കും മാക്സിമം ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് നോക്ക്,
ഇതാണ് ഉണ്ടാവുന്നത്. അപ്പൊ ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടുള്ള ഇവിടെ ഏതാ മാർക്ക് ചെയ്തിട്ടുള്ള എ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു പാർട്ടിക്കിൾ എത്ര സമയം എടുക്കുന്നു അതിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കിള് ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു അതിനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് സൈക്കിൾ ദാറ്റ് പാസസ് ത്രൂ എ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഒരു പോയിന്റിൽ കൂടെ എത്ര സൈക്കിള് പാസ് ചെയ്തു, എത്ര സൈക്കിൾ പാസ് ചെയ്തു ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടെ. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റിൽ കൂടെ എത്ര സൈക്കിൾ, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, അതിൽ കൂടെ എത്ര സൈക്കിൾ പാസ് ചെയ്തു എന്നുള്ളതാണ് എന്ത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് സൈക്കിൾസ് ദാറ്റ് പാസസ് ത്രൂ എ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിൽ കൂടി എത്ര സൈക്കിൾസ് പാസ് ചെയ്തു എന്നുള്ളതാണ് എന്ത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഫൈൻ. ഇനി വേവ് ലെങ്ത് എന്ന് പറയുന്നത് വേവിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. അപ്പൊ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള, വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന രണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, വേവ് ലെങ്ത് എന്ന് പറയാൻ പറ്റും. അതെന്താണ്, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ വേവ് ഡ്യൂറിംഗ് ദ ടൈം ടേക്കൺ ബൈ ഈച്ച് പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. ഒരു മീഡിയത്തിലെ ഓരോ പാർട്ടിക്കിളും ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തില് ഒരു വേവ് ട്രാവൽ ചെയ്തിട്ടുള്ള ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒരേ ഫേസിൽ വൈബ്രേറ്റ് ചെയ്യുന്ന രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് തമ്മിലുള്ള ദൂരമാണ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, ഒരു പാർട്ടിക്കിള് ഒരു മീഡിയത്തിൽ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ പടത്ത് നമുക്ക് ഈ വേവ് ലെങ്ത് എങ്ങനെ മനസ്സിലാക്കാന്ന് പറയാം. രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ക്രസ്റ്റോ അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ക്രസ്റ്റുകൾ. ഇപ്പൊ ഇതൊരു ക്രസ്റ്റ് നമ്പർ 1, ഇത് ക്രസ്റ്റ് നമ്പർ 2 അല്ലെ. രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ക്രസ്റ്റുകളോ അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ട്രഫുകളോ, ഇതെന്താണ് ട്രഫ് നമ്പർ 1, ഇത് ട്രഫ് നമ്പർ 2. അപ്പൊ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഒന്നില്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് ഈ ഡിസ്റ്റൻസ്, ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, വേവ് ലെങ്ത് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ്, ഇതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിനെ നമുക്ക് വേവ് ലെങ്ത് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ക്രസ്റ്റ് ഓർ ടു കോൺസിക്യൂട്ടീവ് ട്രഫ് ഇസ് കൺസിഡർഡ് ആസ് ദ വേവ് ലെങ്ത് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ഇത് ഏത് ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്ന, ലാംഡ എന്ന് പറഞ്ഞ ലെറ്റർ ആണ്. ലെങ്ത് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആയിരിക്കും. ഇനി ഒരു റിലേഷൻഷിപ്പ് ആണ്, അതെന്താ, സ്പീഡ് ഓഫ് ദ വേവ് ഈസ് ദ ഡിസ്റ്റൻസ്. ഇനി സ്പീഡ് എന്താണെന്നും കൂടെ പറയുകയാണെ. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡ് ഓഫ് ദ വേവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ വേവ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര ദൂരം ഒരു വേവ് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ഈ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ഇപ്പൊ എന്താണ്, സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. അപ്പോ ഇതിനെ നമുക്ക് ജനറൽ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് പോലെയും എഴുതാം. അതെന്താണ്, സ്പീഡ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് എന്നുള്ളൊരു റിലേഷൻഷിപ്പിൽ നമുക്ക് എഴുതാം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇവര് സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ, അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, സ്പീഡ് ഇൻറ്റു 1/λ എന്ന് എഴുതാം. അപ്പൊ ഇതൊന്ന് സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ലാംഡേനെ എന്ത് ചെയ്യുക, ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പൊ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ, ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. ആ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് എഫ് ഇൻറ്റു ലാംഡ. ഇനി ഇത് പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ദ സ്റ്റേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ എ വേവ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഈസ് ഡെപിക്റ്റഡ് ഇൻ ദ പിക്ചർ. ഒരു വേവിന്റെ സ്റ്റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി ക്രസ്റ്റ് ആർ ദർ ഇൻ ദ ഫിഗർ. ഇത് ഏത് വേവാ, ക്രസ്റ്റും ട്രഫും ഒക്കെയാണ്. അപ്പൊ ഏത് വേവ് ആയിരിക്കും ഇത്, ഇതൊരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലെ, ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇതിൽ എത്ര ക്രസ്റ്റ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാല്
ഹയർ പൊസിഷൻസ് ആണല്ലേ. 1 2 3 3 ക്രസ്റ്റ് ഉണ്ട്. അപ്പൊ ആൻസർ എത്രയാണ് വരിക? 3 ക്രസ്റ്റ് ഉണ്ട്. ഹൗ മെനി ട്രഫ്സ് ആർ ദർ? എത്ര താഴ്ന്ന ഭാഗങ്ങളുണ്ട്? 1 2 3. അഗെയിൻ എത്രയുണ്ട്? 3 ട്രഫുകൾ ഉണ്ട്. വാട്ട് ഈസ് എ വേവ് ലെങ്ത്? ഇതൊന്ന് വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസോ അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസോ ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് എന്നല്ലേ. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാലും എന്ത് കിട്ടും? വേവ് ലെങ്ത് കിട്ടും. ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാലും വേവ് ലെങ്ത് കിട്ടും. ഇപ്പൊ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കറക്റ്റ് 2 ആയിരിക്കും. കാരണം ഇത് 0 4 സെന്റർ പൊസിഷൻ 2 ആയിരിക്കും. ഇവിടെ എത്രയാണ്? 4 8 ആണ്. അപ്പൊ സെന്റർ പൊസിഷൻ 6 ആണല്ലേ. അതുപോലെ ഈ ഭാഗം ഇത് എത്രയാ വരിക? 8 12 ആണ്. 9 10 ആണ് വരിക. അപ്പൊ ഈ 2ഉം ഈ ഡിസ്റ്റൻസ് ആണ് 10 മൈനസ് 2 എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു 8 മീറ്റർ എന്ന് പറയുന്നതാണ് എന്ത്? ഈ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. കാരണം രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസോ അല്ലെങ്കിൽ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസോ ആവാം. അപ്പൊ ഇത് 10ഉം ഇത് 6ഉം ഇത് 2ഉം ആയിട്ട് നമ്മൾ ഇതിന്റെ ഡിവൈഡ് ചെയ്തെടുത്തു. മീൻസ് ഇതായിരിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ നോക്കിയത് 4, അപ്പൊ ഇത് 2 ആയിരിക്കും. 8 ആണെങ്കിൽ ഇത് 6 ആയിരിക്കും. അങ്ങനെ അപ്പൊ ഈ 2ഉം 10ഉം കൂടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. അത് എത്രയാണ്? 8 മീറ്റർ ആണ്. അപ്പൊ 8 മീറ്റർ ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇനി if the frequency of a longitudinal wave traveling at a speed of 350 meter per second in the air is 35 hertz. അപ്പോൾ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ്? സ്പീഡ് എന്നുള്ളതിന് നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ട് വി വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. വി ഈസ് ഈക്വൽ ടു എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി അതിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലെ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് എത്രയാ? 35 ഹേർട്സും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കംപ്രഷൻ? രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കംപ്രഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെ. വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് റയർ ഫ്രാക്ഷൻ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്വേഴ്സ് വേവിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ട്രഫുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ക്രസ്റ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നതെങ്കിൽ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കംപ്രഷനുകളെയോ അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള റെയർ ഫ്രാക്ഷന്റെ ഇടയിലുള്ള ദൂരത്തിനെയോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനും എന്താണ്? വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഓൾറെഡി ഒരു റിലേഷൻ പഠിച്ചു. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ആണ്. അപ്പൊ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാ? 350 മീറ്റർ പെർ സെക്കൻഡ്. 350 ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസി 35 ഹെർട്സ്. 35. അപ്പൊ എത്ര ആൻസർ വരിക? 10 മീറ്റർ. വേവ് ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താ? ലെങ്ത് ഡിസ്റ്റൻസ് ആണല്ലേ. അപ്പൊ മീറ്റർ. അപ്പൊ 10 മീറ്റർ ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതോടുകൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ സൗണ്ട് വേവ് വിത്ത് എ ഫ്രീക്വൻസി ഓഫ് 175 ഹെർട്സ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. സൗണ്ട് വേവ് എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണല്ലേ. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 175 ഹെർട്സ് ആണ്. അതിന്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലാംഡ ഈസ് ഈക്വൽ ടു 2 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു എന്താണ്? എഫ് ലാംഡ ആണ്. അപ്പോ 175 ഇൻറ്റു 2 ചെയ്യുക. 175 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്രയാ കിട്ടുക? 175 into 2 will be equal to 350. The answer will be 350 meter per second. വെലോസിറ്റിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ 350 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേവ് എന്ന് പറഞ്ഞ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റിഫ്ലക്ഷൻ ഓഫ് സൗണ്ടിനെ പറ്റിയിട്ട് പഠിക്കാം. അപ്പൊ ഇന്ന് പഠിച്ചതൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കമന്റിൽ പറയാ. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ്സും നിങ്ങൾക്ക് ഫീൽ ചെയ്തതും നിങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.